പൊടി ഞാൻ എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. എന്നാലും ഒത്തിരി മുളക് പൊടി ഇടണമല്ലോ. അപ്പോൾ മുളക് പൊടി ഒരു 1.25 സ്പൂൺ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുത്ത മിശ്രിതം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലേക്ക് ഇട്ടു. അതോടുകൂടി തന്നെ അതൊന്ന് ഇത് നേരത്തെ വഴറ്റിയെടുത്തത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കൊത്തിരി പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിയുണ്ട്, ആവശ്യത്തിനുള്ള പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കും കൂടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച മതിയുണ്ട്. തേങ്ങയില്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട. തേങ്ങ അരച്ച് ചാളക്കറി പോലെ ആയില്ലേ. ഇവിടെ തേങ്ങ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ വേണ്ടാന്ന് വെച്ചിട്ടാണ്. തേങ്ങ ഇല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. നല്ല തേങ്ങ അരച്ച മീൻകറി കിട്ടും കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ? സ്റ്റവ് കത്തിക്കല്ലേ. സ്റ്റവ് കത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. കുറുകിയ ചാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. നിങ്ങൾ ഇതേമാതിരി തന്നെ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പയുടെ കൂടെയോ ചോറ്. ഇപ്പോഴാ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. പറയട്ടെ കാര്യമില്ല. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആദ്യം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് വഴറ്റാനൊക്കെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ചാള. അപ്പോൾ നമ്മളിതിൽ ചേർത്തത് കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി പേസ്റ്റല്ല ഞാൻ ചതച്ചതാട്ടോ. ഒക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചുവമാരൊക്കെ ഒന്ന് മറപ്പിട്ടെടുക്കാം. ഇവിടെ വാ. ഇങ്ങനെ